അങ്ങ് വടകരയിൽ UDF ഉജ്ജ്വല വിജയമാണ് പിടിച്ചെടുത്തത്. ഷാഫി പറമ്പിൽ MP വടകരയിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുകയും മുസ്ലിം ലീഗ് അടക്കമുള്ള UDF പാർട്ടികൾ ഷാഫിക്ക് മുന്നിൽ അണിനിരക്കുകയും ചെയ്തതോടെയാണ് ചരിത്രം കുറിക്കപ്പെട്ടത്. ഷാഫി വടകരയിൽ എത്തിയതിനു ശേഷം നടന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഷാഫിക്ക് ഇത് അഭിമാന പോരാട്ടത്തിന്റെ നാളുകളായിരുന്നു. ഒഞ്ചിയം പഞ്ചായത്തും വടകരയുടെ പരിസര പ്രദേശങ്ങളും UDF മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഷാഫി പറമ്പിൽ സർവ്വസന്നാഹവും എടുത്ത് പയറ്റിയതോടെയാണ് CPM-ന് നിൽക്കക്കളി ഇല്ലാതെ പോയത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാളുകളാണ്. 3 മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളമുയരും. കോഴിക്കോട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി UDF-നെ പിന്തുണച്ചിരുന്നില്ല. ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ് വിജയിച്ച് കയറിയത്. എന്നാൽ ഇക്കുറി ആ പതിവിന് മാറ്റമുണ്ടാകുമെന്നാണ് വടകരക്കാർ വിശ്വസിക്കുന്നത്. കാരണം ഷാഫി പറമ്പിൽ അത്രമാത്രം വടകരക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF കോട്ടകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളയിലാണ് ഷാഫി പറമ്പിൽ നിൽക്കുന്നത്. പഴയ സൗഹൃദങ്ങൾ പുതുക്കുവാനും പുതിയ സൗഹൃദങ്ങളിലേക്ക് അടുക്കുവാനുമുള്ള ഇടവേള ഷാഫി ഉപയോഗിക്കുന്നുണ്ട്. മറ്റു മതങ്ങളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഒരു ജനപ്രതിനിധിക്ക് സാധിക്കുമ്പോഴാണ് നാട്ടിൽ സമാധാനം പുലരുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഇക്കാര്യത്തിലും ഷാഫിക്ക് കൈയടിച്ചു പോകും വോട്ടർമാർ. അത് തെളിയിക്കുന്ന ഒരു ദൃശ്യം ഇവിടെ ചേർക്കാം. ഷാഫി പറമ്പിൽ എന്ന ജനപ്രതിനിധിയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകം എന്താണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. അതിനു മുൻപ് ഈ വീഡിയോയ്ക്ക് കീഴിൽ വന്ന കമന്റുകളിൽ പലതും ഷാഫിയെ MP ആയി ലഭിച്ചതിൽ വോട്ടർമാരുടെ സന്തോഷങ്ങളും പ്രകടമാണ്. അതേസമയം വർഗീയവാദി എന്ന ചില സഖാക്കന്മാർ വീഡിയോയ്ക്ക് കീഴിൽ കമന്റായി എത്തുന്നതും കാണാൻ സാധിക്കും. എന്തായാലും വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം.